ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ഹൈഡ്രജൻ ബലൂണിനെ പറത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെയാണ്. അവൾക്ക് മനസ്സോടെ അതായത് പറത്തിടണമെന്നൊരു ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് പറത്തിടാനായിട്ട് താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമില്ല എന്നുള്ളൊരു രീതിയായിരുന്നു. കാരണം അത് തിരിച്ചു കിട്ടത്തില്ലല്ലോ. എൻ്റെ ആണെങ്കിൽ ഹൈഡ്രജനൊക്കെ ബലൂണാണ്, അപ്പം അതിൻ്റെ കുറേയും എയറൊക്കെ പോയിണ്ടായിരുന്നു. അപ്പം ഫൈനലി കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം പറത്തി വിട്ടു കേട്ടോ. അത് ആദ്യം നമ്മുടെ വീടിൻ്റെ റൂഫിൽ ഇങ്ങനെ തങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. അത് അവിടെ തന്നെ സ്റ്റേബിളായിട്ട് നിന്ന് പിന്നെ മുകളിലേക്ക് അത് പോയാണ് കേട്ടോ. അതിനൊന്ന് പറത്തി ഇങ്ങനെ തള്ളി വിടാൻ വേണ്ടിയിട്ട് പിന്നെ പോവേണ്ടി വന്നില്ല, അത് പെട്ടെന്ന് തന്നെ അങ്ങ് പോയിണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ വന്ന് അപ്പം തന്നെ ചെയ്തതും കണ്ടതും ഒക്കെ ആയ കാഴ്ചയാണ്. അതാണ് ആ ഒരു യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ നല്ല മുകളിലോട്ട് പോയി. ഇത്രയും മുകളിലോട്ട് പോകുന്നു നമ്മൾ ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് നല്ല മൈന്യൂട്ടായിട്ടുള്ള സാധനമായിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് സൂം ചെയ്യാമെന്ന്, എന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം കുറേ ഇതിങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്യാമറയിൽ സൂം ചെയ്യുന്നതുകൊണ്ട് നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ബേർഡ്സൊക്കെ വിചാരിക്കുന്നത് എന്താ സാധനം എന്ന് വിചാരിക്കും. പക്ഷേ നല്ലതായിരുന്നു, നല്ല രസമായിരുന്നു. ഞാൻ അതിനെയാണ് ഇങ്ങനെ ഈ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ പോയിൻ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം സംഭവം നല്ല രീതിക്ക് എത്തിയിട്ടുണ്ട്. ക്യാമറയിൽ നന്നായിട്ട് ക്യാപ്ചർ ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സൂം ചെയ്തും ഞാൻ ഫിംഗർ വെച്ച് പോയിൻ്റ് ചെയ്തൊക്കെ കാണിച്ചു തരുന്നത്. സംഭവം പോയി കഴിഞ്ഞപ്പം അയ്യോ പുറത്തിടണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് പുറത്തിടണമെന്ന്. പക്ഷേ ബാക്കിയുള്ളവരെല്ലാം അവൾ ചോദിച്ചിട്ട് അവൾക്ക് അത്ര ആഗ്രഹമല്ല. അപ്പം ഞാൻ പിന്നെ ഒന്നും ചെയ്യാനും പോയില്ല, ലൈക്ക് സ്റ്റോപ്പ് ചെയ്യാനും പോയില്ല. എനിക്കും ജസ്റ്റ് ഒരു ആഗ്രഹമൊക്കെ അങ്ങ് വളർന്നു വന്നു, ഇതൊന്ന് പറത്തിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന്. കൊച്ചിലെ മാത്രമേ ഞാൻ എൻ്റെ ഇത് ഒരു ചോട്ടാ ഭീമിൻ്റെ എന്തോ സംഭവം പറന്നു വിട്ടുള്ളൂ, അല്ലാതെ പറന്നൊന്നും പോയിട്ടില്ല. ഞാനിപ്പം വാങ്ങിക്കാറുമില്ല. അപ്പം അത് എന്നേക്കുമായിട്ട് കാണാതെ പോയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.